എം ഷിനാസ്, ഒപ്പം ഇപ്പോൾ 9 ടെറർ ലോഞ്ച് പാഡുകൾ അല്ലെങ്കിൽ ടെററിസ്റ്റ് കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്നു. ആ ലക്ഷ്യങ്ങളെല്ലാം കൃത്യമായിരുന്നു താനും. പ്രിസിഷൻ സ്ട്രൈക്ക് നടത്താൻ പറ്റി. അപ്പോൾ ഇന്ത്യക്ക് പാകിസ്ഥാന്റെ വ്യോമാതിർത്തി ലംഘിക്കാതെ പാകിസ്ഥാനിലുള്ള 21 ഐഡന്റിഫൈഡ് ടെറർ ക്യാമ്പുകളിൽ 11 എങ്കിലും ലക്ഷ്യം വെക്കാൻ കഴിയുന്നു എന്നുള്ളത് എന്ത് സൂചന നൽകുന്നു? ഒപ്പം നമ്മുടെ ഈ മിലിറ്ററി മൈറ്റിനെ കുറിച്ച് കൂടി അത് എന്ത് സന്ദേശമാണ് നൽകുക? അപ്പോൾ സ്കാൽപ് മിസൈലും ഹമ്മറും ഒക്കെ കാര്യമായി യൂസ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള ഡാമേജ് വളരെ വലുതാണ്. കൊളാട്ടറൽ ഡാമേജ് ഉണ്ടാവാതെ കൃത്യമായി പ്രിസിഷൻ സ്ട്രൈക്ക് നടത്തി ഉദ്ദേശിച്ച സ്ഥലത്ത് ഡാമേജ് ഉണ്ടാക്കാൻ പറ്റി. റഫാൽ അടക്കം ഉപയോഗിച്ചു. അങ്ങനെ ഇന്ത്യ ഒരു സൈനിക ശക്തിയാണ് എന്നുള്ള ഒരു വിളംബരം കൂടിയായോ ഇന്നത്തെ സംഭവം? ഇന്ത്യക്ക് പാകിസ്ഥാന് മേൽ സൈനിക ശക്തിയിൽ കാര്യമായ മേൽക്കൈയുണ്ട്. പാകിസ്ഥാൻ പക്ഷേ ഈ സൈനിക ശക്തിയിലെ അവരുടെ പരിമിതിയെ മറികടക്കാൻ എപ്പോഴും ന്യൂക്ലിയർ കുട്ടിച്ചാത്തനെ ഇറക്കുകയാണ് പതിവ്. അത് ഇപ്പം കഴിഞ്ഞ 10 ദിവസമായിട്ട് നിരന്തരമായി ആണവാക്രമണ ഭീഷണി, ന്യൂക്ലിയർ വോർ ബോഗെ എന്ന് പറയാം. അപ്പോൾ ഇത് ഉപയോഗിച്ച മിസൈലുകൾ നമ്മൾ ഷാഡോ സ്റ്റോം അല്ലെങ്കിൽ ഫ്രാൻസിൽ സ്കാൾപ്പ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഫ്രഞ്ച് സംയുക്ത സംരംഭമാണ്. അത് ബ്രിട്ടനിൽ ഷാഡോ സ്റ്റോം എന്ന് പറയും, അതുപോലെ തന്നെ ഫ്രാൻസിൽ സ്കാൾപ്പ് എന്ന് പറയും. അതീവ കൃത്യതയുള്ള മിസൈലാണ്. ഹമ്മർ അതുപോലെ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ കനത്ത ആഘാതം അത് ഇടുന്ന സ്ഥലത്തുണ്ടാക്കാൻ പര്യാപ്തമായ ആയുധമാണ്. രണ്ടും ഈ ഫ്രഞ്ച് റഫാൽ എന്ന യുദ്ധവിമാനത്തിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന സുഖോയിൽ നിന്നും, റഷ്യൻ വിമാനമായ സുഖോയിൽ നിന്നും വിക്ഷേപിക്കാവുന്ന മിസൈലുകളാണ്. കപ്പലിൽ നിന്നും വിക്ഷേപിക്കാം. അപ്പോൾ ഇത് ഒരുപാട് ദൂരമൊന്നും 2000 കിലോമീറ്റർ ഒന്നും സഞ്ചരിച്ചിട്ടില്ല. ഈ മിസൈലുകളൊക്കെ 100-200 കിലോമീറ്റർ മാക്സിമം ഉള്ള ഈ പ്രധാനപ്പെട്ട ഭീകരവാദ ലോഞ്ചിങ് പാഡുകളിലും ഭീകരരുടെ പ്രധാനപ്പെട്ട ആസ്ഥാനങ്ങളിലുമാണ് ഇന്ത്യ വർഷിച്ചത്. അപ്പോൾ വളരെ കൃത്യതയാർന്ന ഈ ഷാഡോ സ്റ്റോം മിസൈൽ, സ്കാൾപ്പ് മിസൈൽ യുക്രൈന് യൂറോപ്യൻ രാജ്യങ്ങൾ കൊടുത്തിരുന്നു, ബ്രിട്ടനും റഷ്യക്കകത്ത് പ്രയോഗിക്കാൻ വേണ്ടി. അപ്പോൾ റഷ്യക്കകത്ത് അവർ പ്രയോഗിച്ച് വിജയിച്ചിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുമുണ്ട്. റഷ്യക്ക് അത്തരം പ്രതിരോധ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് എല്ലാ ഷാഡോ സ്റ്റോം അല്ലെങ്കിൽ സ്കാൾപ്പ് മിസൈലുകളും റഷ്യക്കകത്ത് കാര്യമായ ചിലതൊക്കെ നന്നായി റഷ്യക്ക് പരിക്ക് പറ്റുന്ന നാശനഷ്ടമുണ്ടാകുന്ന വിധത്തിൽ ഉപയോഗപ്പെടുത്തി, ചിലതൊക്കെ നിർവീര്യമാക്കി. പക്ഷെ പാകിസ്ഥാന് ഇവയിൽ ഒന്നിനെ പോലും തൊടാൻ പറ്റിയില്ല എന്നതാണ്. ഇത്തരമൊരു ആക്രമണം ആസന്നമാണെന്ന് അറിഞ്ഞിട്ടും 26 മണിക്കൂർ 36 മണിക്കൂർ കൊണ്ട് ആക്രമണം ഉണ്ടാകുമെന്ന് പാകിസ്ഥാനിലെ മന്ത്രിമാർ പേർത്തും പറഞ്ഞിട്ടും ഇതിലൊരൊറ്റ ആയുധത്തെ പോലും, ഒരൊറ്റ മിസൈലിനെ പോലും പാക് വ്യോമ പ്രതിരോധ സംവിധാനത്തിന് തടുക്കാൻ പറ്റിയില്ല എന്നത് കാണിക്കുന്നത് പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനത്തിലെ വലിയ പരിമിതിയും വീഴ്ചയും തന്നെയാണ്. അപ്പോൾ പാകിസ്ഥാൻ ഇനി നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ എന്തെങ്കിലും ഒരു തിരിച്ചടി, കാരണം അവിടെ ജനങ്ങൾക്ക് മുമ്പിൽ, സമൂഹത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കണം. അപ്പോൾ ജനറൽ അസീം മുനീറിന് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയെ നോവിപ്പിക്കാനുള്ള ഒരു പദ്ധതി ഉണ്ടാവും. അത് അടുത്ത ദിവസങ്ങളിൽ അൺഫോൾഡ് ചെയ്യും. പക്ഷേ ഇന്ത്യൻ സേന ഇത്തരം ഏത് പദ്ധതികളെയും നേരിടാൻ സജ്ജമായാണ് നിൽക്കുന്നത്. എന്നാൽ പോലും ഇപ്പോൾ ലൈൻ ഓഫ് കൺട്രോൾ, നിയന്ത്രണ രേഖക്കടുത്ത് വെടിവെപ്പ് അത് ലോക്കലൈസ്ഡ് ആണ്, നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട എസ്കലേഷൻ അല്ല. അതേസമയം പാകിസ്ഥാൻ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ, ഇന്ത്യൻ സൈനിക ആസ്ഥാനങ്ങൾക്ക് നേരെ, വ്യോമത്താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കൂടുതൽ കനത്തമായ തിരിച്ചടികൾ ഉണ്ടാവും. ഈ യുദ്ധം, ഈ സിന്ദൂർ 1 കൂടുതൽ എസ്കലേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. മേഖലാ യുദ്ധമായി വളരാതിരിക്കട്ടെ. പക്ഷേ പാകിസ്ഥാൻ ഇന്ന് പുലർച്ചെ ഉണ്ടായ ഈ ആക്രമണത്തിൽ നിന്ന് പാഠം പഠിച്ച്
എങ്ങനെയെങ്കിലും മിണ്ടാതിരിക്കുകയാണ് പാകിസ്ഥാന് കൂടുതൽ അഭികാമ്യം. അല്ലെങ്കിൽ പാകിസ്ഥാൻ വളരെ വലിയ നാശനഷ്ടങ്ങൾക്ക് ഇരയാവേണ്ടി വരും. ഇന്ത്യക്കും ഉണ്ടാവും നഷ്ടക്കോട്ടങ്ങളൊക്കെ. അങ്ങനെയാണ് പാകിസ്ഥാൻ ഇതിൽ നിന്ന് പാഠം പഠിക്കുമോ എന്നറിയില്ല. പക്ഷേ ജനറൽ അസീം മുനീർ എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. പക്ഷേ അതിനുള്ള എന്തൊക്കെയാണ് എന്ന് ഇന്ത്യൻ സേനക്കറിയാം. അപ്പോൾ ഏറ്റവും ജാഗരൂകമായ നാളുകളാണ് ഇന്ത്യൻ സേനയുടേത്. തീർച്ചയായിട്ടും ജാഗരൂകമായ നാളുകളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.